തിരുവത്താഴ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. Dear brethren, we are going to listen today a message that is given by Father to us in connection with the Lord's table. ക്രിസ്തുവിന്റെ മരണം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒന്നാമത് ഒരു ദൈവ പൈതൽ ഓർക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമായ ദൈവപുത്രന്മാരെ കാണുക എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ആ പുത്രന്മാരെ ഒരുക്കിയെടുക്കുവാൻ ക്രിസ്തുവിന്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. It was the will of God to see his offspring, and this was given by God the Father to Jesus Christ. പിതാവായ ദൈവം യേശുക്രിസ്തുവിന് കൊടുത്ത മക്കൾ തടവിലായി പോയി. അതുകൊണ്ട് ആത്മലോകത്ത് ജീവിച്ചിരുന്ന ദൈവപുത്രനായ ക്രിസ്തു, പിതാവോട് കൂടെ ജീവിച്ചിരുന്ന ദൈവപുത്രനായ ക്രിസ്തു മക്കൾ തടവിലാക്കപ്പെട്ട തടവിലേക്ക് കാറ്റഗറി മാറി ഇറങ്ങി വന്നു. The children that God the Father gave to Jesus Christ are now in prison. Therefore, Jesus Christ, who was in spiritual realm, he left that spiritual realm and he came down to the prison in which the children that were given to him were imprisoned. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു രൂപം മാറി പിശാചിന്റെ അടിമത്തത്തിന്റെ കീഴിലേക്ക് ഇറങ്ങി വന്നിട്ട് മരണത്തിനായി പിടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ തന്റെ മരണത്താൽ വിമോചിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് അപ്പന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മൾ ഓർക്കുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. What we declare through the death of Jesus Christ is that we who became slaves to the death and who were captured by devil, to save us, Jesus Christ put on carnal body and he came down to save us through his death, and he saved from the hand of the executioner. This is what we mainly remember when we proclaim the death of Jesus Christ. ബാക്കി എല്ലാ വിളികളും കോളിങ്ങുകളാണ്, പക്ഷെ അതൊന്നും ഹൈ കോളിംഗ് അല്ല. അത് ഭൂമിയിലെ ദാസന്റെ പണിയാണ് അവിടെ ചെയ്യേണ്ടത്. പക്ഷെ ഈ പരമവിളി ഭൂമിയിലെ ദാസന്റെ പണിയല്ല, സ്വർഗത്തിലെ ദൈവപുത്രന്റെ പണിയാണ്. All the callings are calling by God, but the great calling is not to become servant, but the great calling is to become the child of God. അപ്പോൾ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് ഒരു മതം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് ക്രിസ്തുവിലൂടെ തന്റെ സന്തതികളെ കാണാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എന്റെ മരണം ഓർക്കാൻ പറയുമ്പോ നമ്മൾ എന്നെ ഓർക്കണേ, കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയുള്ള നമ്മളുടെ പുതിയതായ സൃഷ്ടിപ്പിനെയാണ് നമ്മൾ അവിടെ ഓർക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. By the death of Jesus Christ, he was not trying to make a religion, but he was trying to create us. So when we remember the Lord's table, we are remembering what Jesus Christ did and his purpose, that to create us as new creation. അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷയിൽ നമ്മൾ ഓർക്കുന്നത്, ഒന്ന്, സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനും മക്കളെ കൊടുത്തു. രണ്ട്, ആ മക്കളെ സ്വർഗസ്ഥ പിതാവ് ആദത്തിൽ ബോഡിയിൽ ഒരു ടെസ്റ്റിന് അനുവദിച്ചു. മൂന്ന്, ആ മക്കൾ ടെസ്റ്റിൽ പരാജയപ്പെട്ട് പിശാചിന്റെ അടിമകളായി പോയി. നാല്, അവരെ രക്ഷിക്കുവാൻ വേണ്ടി ആർക്കാണോ ഈ മക്കളെ കൊടുത്തത് അതേ ദൈവപുത്രൻ, ആത്മാവാകുന്ന ദൈവപുത്രൻ രൂപം മാറി ജഡത്തിലേക്ക് വന്ന് ഈ ജഡത്തിലെ മരണത്തിലൂടെ ഇവരെ അടിമകളാക്കി വച്ച പിശാചിനെ പരാജയപ്പെടുത്തി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി തന്റെ മരണത്തിൽ ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി തന്റെ മക്കളെ പുതിയതായി തന്റെ സന്തതിയെ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഈ സന്ദേശം നമ്മളോട് പറയുമ്പോൾ ദൈവം നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ക്രിസ്തുവിലൂടെ നിന്നെ രക്ഷിക്കാനായിട്ട് ഇതാ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഞാനും നിങ്ങളും അത് വിശ്വസിച്ചാൽ ആ സുവിശേഷ ബീജത്താൽ ഈ പുതിയ സൃഷ്ടിയിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. When we remember the Lord's table, we mainly remember four things. That firstly, God the Father gave his children in the hand of Jesus Christ, and secondly, they were all in Adam, and thirdly, they failed in the test and the death overtook them. And fourthly, Jesus Christ, to whom we were given, God the Father allowed him to come in the form of flesh and blood to save us. ഈ
ജീവജല നദി പുറത്തിറങ്ങാതെ അത് പോയി പ്രവർത്തിച്ച് മക്കളെ ജനിപ്പിക്കുന്നില്ല എങ്കിൽ റിക്രിയേഷൻ ക്ലബിലെയും ലയൺസ് ക്ലബിലെയും മറ്റു പല ക്ലബിലേക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത് പോലെ ചർച്ചിലേക്ക് കുറെ മെമ്പർമാരെ ചേർക്കാനല്ലാതെ ഇവരുടെ ഉള്ളിൽ നിന്ന് ആരിൽ നിന്നും ജീവജല നദി പുറത്തേക്ക് ഇറങ്ങത്തില്ല. If the rivers of living water shall not gush out of your heart, you cannot make spiritual children. Otherwise you can just gather people just as people gather in the clubs like Lion Club and other clubs. സ്വർഗീയ പിതാവിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Grace and peace from God our Father and the Lord Jesus Christ be unto all of you, and I wholeheartedly welcome all of you to this ministry. പ്രിയ സഹോദരങ്ങളെ, തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. Dear brethren, we are going to listen today a message that is given by us by Father to us in connection with the Lord's table. തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് യേശു നമ്മളോട് കൽപ്പിച്ചതാണ്. നാം അത് ചെയ്യുമ്പോഴൊക്കെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. The Lord's table is instructed, is to practice, and it is instructed by Jesus Christ. And when we remember the Lord's table, we remember the crucifixion of Jesus Christ. അതിനാധാരമായി 1 Corinthians chapter 11 verse 25 and 26 നമുക്ക് വായിച്ചുകൊണ്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആ വണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ എന്ന ഭാഗത്ത് നമുക്ക് ക്രിസ്തു ഒന്ന് ചേർക്കാം. ഹല്ലേലൂയ. ക്രിസ്തു പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ നാം ഈ ശുശ്രൂഷ അനുഭവിക്കുമ്പോഴൊക്കെ നാം ക്രിസ്തുവിൻ്റെ മരണത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. 1 Corinthians chapter 11 verse 25 and 26 says, in like manner also the cup after supper, saying, this cup is a new covenant in my blood. This do as often as ye drink in remembrance of me. For as often as you eat this bread and drink the cup, you proclaim the Lord's death till he comes. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ മരണത്തെ നാം പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്തിനാണ് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മരണത്തെ ഇങ്ങനെ നമ്മൾ പ്രസ്താവിക്കുന്നത്? ഒരു നാണക്കേടല്ലേ, മരണത്തെ അല്ലേ പ്രസ്താവിക്കുന്നത് എന്നൊരു ചിന്ത ഒരു പക്ഷേ ചിലർക്കുണ്ടാകാം. When it is said that we should proclaim the Lord's death, perhaps some of you may think, why should we proclaim the death of Jesus Christ? Is it not ashamed to proclaim the death of someone? പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ലോകം കണ്ട ഏറ്റവും നീചമായ കാര്യമാണ് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മരണം. പക്ഷേ മറുതലത്തിൽ ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ കാര്യവും കൂടെയാണ് ക്രിസ്തുവിൻ്റെ മരണം. On the one hand, the death of Jesus Christ was something which was worst as seen by the whole world. But on the other side, it is also was something that ever greatest that was seen by the humanity. ക്രിസ്തുവിൻ്റെ മരണം നാം പ്രസ്താവിക്കുമ്പോൾ അത് ഒരു സന്ദേശം നമ്മളോട് പറയുകയാണ്. നാം ആ മരണം പ്രസ്താവിക്കുമ്പോൾ When we proclaim the death of Jesus Christ,
it speaks to us a message. ആ സന്ദേശത്തിൽ പ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. Let us think by the grace of God a few things from the message today. നാം ക്രിസ്തുവിൻ്റെ മരണം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ആദ്യം കടന്നു വരുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ് ദൈവ ഇഷ്ടം ഈ പ്ലാനറ്റിൽ നമ്മളിൽ സ്ഥാപിക്കപ്പെടുന്നത്. It is through the death of Jesus Christ the will of the God is manifested in us. ക്രിസ്തുവിൻ്റെ മരണം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒന്നാമത് ഒരു ദൈവ പൈതൽ ഓർക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായ ദൈവപുത്രന്മാരെ കാണുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമായതുകൊണ്ട് ആ പുത്രന്മാരെ ഒരുക്കിയെടുക്കുവാൻ ക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. It was the will of God to see his offspring, and this was given by God the Father through Jesus Christ. ഇതാണ് ഹെബ്രായ ലേഖനം 2:13 യേശുക്രിസ്തു പറയുന്നത്, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. This is what we see in the book of Hebrews chapter 2 verse 13. Jesus says that, Lord, here I am and the children that you have given to me. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഹെബ്രായർ 2:13. ഞാൻ അവനിൽ ആശ്രയിക്കും. അവനെന്ന് മാറ്റിയിട്ട് നമുക്ക് ഒരു റെസ്പെക്റ്റഡ് ട്രാൻസ്ലേഷൻ്റെ പല ബുദ്ധിമുട്ടുമുണ്ട്. അതിനു പകരം ക്രിസ്തു എന്ന ഞാൻ സ്വർഗീയ പിതാവിൽ ആശ്രയിക്കും എന്നും, ഇതാ ഞാനും ദൈവം, അതായത് സ്വർഗീയ പിതാവ് എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. The book of Hebrews chapter 2 verse 13 says, I will put my trust in him, and again behold, I and the children of whom God hath given me, says Jesus Christ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിന് ആരെ കൊടുത്തിട്ടുണ്ട്? മക്കളെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. തിരുവത്താഴ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിൻ്റെ മരണം ഡിക്ലെയർ ചെയ്യുമ്പോൾ നാം ഓർക്കുന്ന ഒരു കാര്യമാണ്, സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിന് ആരെ കൊടുത്തിട്ടുണ്ട്? മക്കളെ കൊടുത്തിട്ടുണ്ട്. When we proclaim the death of Jesus Christ, firstly we remember that God the Father has given children to Jesus Christ. ഹല്ലേലൂയ. നമുക്കറിയാം 127 സങ്കീർത്തനം പറയുന്നുണ്ടോ, മക്കൾ യഹോവയുടെ ദാനമാണ്, ദൈവം തരുന്ന അവകാശമാണ്. ഹല്ലേലൂയ. അത് ജഡത്തിലായ ഈ മക്കൾ മാത്രമല്ല, ആത്മാവിലെ മക്കളും ദൈവത്തിൻ്റെ ദാനമാണ്. In Psalm 123 we can see 127 we can see that sons are the gifts given by God our Father to us, that both physically and spiritually. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 127 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം യഹോവ തരുന്ന പ്രതിഫലവും തന്നെ. ഹല്ലേലൂയ. ഞാൻ അവിടെ അവൻ എന്നുള്ളത് മാറ്റി യഹോവ എന്നാക്കിയെന്നേ ഉള്ളൂ, ബൈബിൾ മാറ്റിയതല്ല. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ അപ്പനെ കയറി അവൻ, നീ അങ്ങനെയൊക്കെ വിളിക്കുന്നതിനേക്കാളും നല്ലത് ഹല്ലേലൂയ ഈവൻ പേര് പോലും അല്ല വിളിക്കണ്ടേ,
അപ്പാ എന്നാ വിളിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. പക്ഷെ ഞാനും പലപ്പോഴും വീണു പോകുന്നു, കാരണം പഠിച്ചു വെച്ചതൊക്കെ പഴയതല്ലേ. Psalm 127 verse 3 says, "Children are a heritage of Jehovah. The fruit of the womb is Jehovah's reward." അപ്പോൾ ഇവിടെ ഉദരഫലം മാത്രമല്ല, ശരീരത്തിൻ്റെ ഉദരഫലം മാത്രമല്ല, ആത്മലോകത്തെ ആത്മാവാകുന്ന ക്രിസ്തു പറയുകയാണ്, ഈ ആത്മാവാകുന്ന സ്വർഗസ്ഥ പിതാവ് എനിക്കും തന്നിട്ടുണ്ട് മക്കളെ. So this fruit of the womb is not only carnally. Jesus also says, God the Father has given to me my spiritual sons. പക്ഷേ ആ മക്കൾക്ക് എന്ത് പറ്റിയെന്നാണ് തുടർന്ന് പറയുന്നത്. ആ ക്രിസ്തുവിന് കൊടുത്ത മക്കൾ നഷ്ടപ്പെട്ടു പോയി. തിരുവത്താഴ ശുശ്രൂഷയുടെ ചരിത്രമാണ് ഈ പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ നാം ഇതൊക്കെ ഓർക്കും, യഥാർത്ഥത്തിൽ നമുക്ക് ഈ ചരിത്രം അറിയാമെങ്കിൽ. But the children that was given to Jesus Christ by God our Father are lost, which we can see in the following verse. ഈ പിതാവായ ദൈവം യേശുക്രിസ്തുവിന് കൊടുത്ത മക്കൾ തടവിലായിപ്പോയി. അതുകൊണ്ട് ആത്മലോകത്ത് ജീവിച്ചിരുന്ന ദൈവപുത്രനായ ക്രിസ്തു, പിതാവോട് കൂടെ ജീവിച്ചിരുന്ന ദൈവപുത്രനായ ക്രിസ്തു, മക്കൾ തടവിലാക്കപ്പെട്ട തടവിലേക്ക് കാറ്റഗറി മാറി ഇറങ്ങി വന്നു. The children that God the Father gave to Jesus Christ are now in prison. Therefore, Jesus Christ, who was in spiritual realm, he left that spiritual realm and he came down to the prison in which the children that were given to him were imprisoned. ഹല്ലേലൂയ. മക്കളെ സ്വർഗസ്ഥ പിതാവ് തൽക്കാലം ടെസ്റ്റ് അടിക്കാൻ വേണ്ടി, ഇവർ വിശ്വസ്തരാണോ, ദൈവത്തെ സ്നേഹിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മക്കളെ സ്വർഗസ്ഥ പിതാവ് മണ്ണുകൊണ്ടുള്ള ഒരു കൂടുണ്ടാക്കി, ശരീരം ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച് തൽക്കാലം ഇതാ ഈ ഭൂമിയിലാക്കി. എന്നാൽ അവർ അനുസരണക്കേട് കാണിച്ച് പിശാചിൻ്റെ പിടിയിൽ, ദുഷ്ടൻ്റെ പിടിയിൽ അവർ കുടുങ്ങിപ്പോയി, അടിമത്തത്തിലായിപ്പോയി. ഇതാണ് നാം കേട്ടത്, ആരാച്ചാരുടെ നാട്, നമ്മളെ കൊല്ലുന്ന പിശാചിൻ്റെ ഭരണത്തിലുള്ള നാട്. Heavenly Father put his spiritual sons temporarily in an earthly vessel for a test, and there they were captured by the devil, and that's why we heard a title that from the land of executioner. ഹല്ലേലൂയ. അനുസരണക്കേടിലൂടെയാണ് ഇവർ പിശാചിൻ്റെ മരണത്തിൻ്റെ കീഴിലായിപ്പോയത്, അടിമത്തത്തിലായിപ്പോയത്. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതൻ ആത്മരൂപം വിട്ട് ജഡരൂപത്തിലേക്ക് മാറുകയാണ് ഒരു പ്രത്യേക ഓപ്പറേഷന് വേണ്ടി. Because of our disobedience, we became slave to death. Jesus Christ, he abandoned his position in a spiritual position, and he came to he put on a carnal body to save us from our slavery. ഹല്ലേലൂയ. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു രൂപം മാറി പിശാചിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലേക്ക് ഇറങ്ങി വന്നിട്ട് മരണത്തിനായി പിടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ തൻ്റെ മരണത്താൽ വിമോചിപ്പിച്ച് തിരികെ വീട്ടിലേക്ക്
അപ്പൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമ്മൾ ഓർക്കുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. What we declare through the death of Jesus Christ is that we who became slaves to the death and who were captured by devil, to save us, Jesus Christ put on a carnal body and he came down to save us through his death, and he saved from the hand of the executioner. This is what we mainly remember when we proclaim the death of Jesus Christ. ഇതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് യേശുക്രിസ്തു രൂപം മാറി കടന്നു വന്നു എന്ന്. കാറ്റഗറി മാറുകയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ഗോഡ്സ് കാറ്റഗറിയിലാണ്. ഹല്ലേലൂയ. ആ സമത്വം മുറുകെ പിടിക്കാതെ കാറ്റഗറി മാറുകയാണ്. മനുഷ്യൻ്റെ കാറ്റഗറിയിലേക്ക് വചനം മാംസമായി മാറുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മാറിയിട്ട് എന്തു വേണം? ഈ മരണത്താൽ പിടിക്കപ്പെട്ട മക്കളെ തൻ്റെ മരണത്താൽ നീക്കിയിട്ട് ഇവരെ ആത്മമണ്ഡലത്തിലേക്ക് ആത്മരൂപികളായി തിരികെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. Jesus Christ changed his godly position and he took godly category. That's better. He changed his godly category and he took the category of man in order to save us who were captured and who were slave to the death, and through his death he gave new life and he redeemed us. ഇതാണ് അതിൻ്റെ 14-15 പറയുന്നത്. ഏത്? ഹെബ്രായ ലേഖനം 2:13 നമ്മൾ നേരത്തെ വായിച്ചത്, ദൈവം കൊടുത്ത മക്കളെന്ന്. തുടർന്ന് നാം കാണുന്നത് ആ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ഓപ്പറേഷനാണ്, പ്രവർത്തനമാണ്. In the book of Hebrews chapter 2 verse 14 we see the function that is practiced by Jesus Christ to save us from the death. അവിടെ എഴുതിയിരിക്കുകയാണ്, 13 എഴുതിയിരിക്കുന്നു, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. പക്ഷേ 14-15 എഴുതിയിരിക്കുകയാണ്, മക്കൾ അടിമത്തത്തിൽ വീണുപോയി, ആ അടിമത്തത്തിൽ നിന്ന് താൻ മക്കളുടെ രൂപത്തിലേക്ക് മാറിയിട്ട് അവരുടെ ഇടയിൽ കടന്നു ചെന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. In the book of Hebrews chapter 2 verse 13 we see that Jesus Christ has been given children by God, and in the following verse we see that children who were under the possession of death, to save us he came, and through his death he redeemed us from the death. ഇതാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവർ ആകെ കൊണ്ട്. ആരുടെ മക്കൾ? സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തുവിന് കൊടുത്ത മക്കൾ. ഹല്ലേലൂയ. പലർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും യേശുപ്പാ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഹല്ലേലൂയ. പിതാവിനെ മാത്രമല്ലേ, സ്വർഗസ്ഥ പിതാവിനെ മാത്രമല്ലേ പിതാവേ എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തിക്ക് മക്കളുള്ളപ്പോഴാണ് ആ അപ്പ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. When we pray often we have a doubt that why should we call Jesus Christ our Father? Don't we have to call our Father our Heavenly Father? And we should know that when we call a person a father because he has given birth to children. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കുക, യേശുക്രിസ്തു നമ്മളുടെ ഹെവൻലി ഫാദർ അല്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു ഹെവൻലി ഫാദറിൻ്റെ മകനാണ്. എന്നാൽ യേശുക്രിസ്തു നമ്മളുടെ എറ്റേണൽ നിത്യനായ ഫാദറാണ്, പിതാവാണ്. Jesus Christ is not our Heavenly Father,
but he is the Son of a Heavenly Father. At the same time, Jesus Christ is also our eternal Father. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ, ഞാനല്ല, വിശുദ്ധ ബൈബിൾ യേശുവിനെ വിളിക്കുന്നത് നിത്യപിതാവ്. This is why the Word of God calls Jesus Christ as eternal Father. ഹല്ലേലൂയ. എന്താണെന്ന് താഴേക്ക് നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. കാരണം ആത്മമണ്ഡലത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ പഠിപ്പിക്കുന്നവർ വിരളമാണ്. അവർക്കതിനെക്കുറിച്ച് അറിയുകയില്ല. Only few people teach us about the spiritual realm and the kingdom of God because they don't know about it. കാരണം അത് ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അവർക്ക് മനസ്സിലാകുകയുമില്ല. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിച്ചു. The spiritual realm has to be discerned spiritually. Since they don't know, they don't discern it. That's why the Word of God says that you who have been started spiritually, do you stop now carnally? ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു മിനിസ്ട്രി യാത്രയിൽ ഒരു മന്യനായ ഒരു വ്യക്തിയെ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന സിലബസ് എഴുതി തയ്യാറാക്കി ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സാറുമാർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുവാനായിട്ട് ഇടയായി. I recently met a person who formulates the syllabus in Bible college. അപ്പോൾ എൻ്റെ ഒരു മെസ്സേജിൽ അദ്ദേഹം മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പാട്ടൊക്കെ പാടുമ്പോൾ ഉടനെ പുള്ളിക്കൊരു അതിശയം, പുള്ളി ആ പാട്ടെല്ലാം കുത്തിയിരുന്ന് പുസ്തകത്തിൽ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. കാരണം ജീവിതത്തിൽ കേൾക്കാത്ത ഇനത്തിലുള്ള പാട്ടുകൾ. As we were singing our songs, I found him noting down the songs as he is firstly listening to such songs. സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലുള്ള എന്നിലൂടെ അവിടെ പ്രസംഗിച്ച പ്രസംഗം അദ്ദേഹത്തെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ആരാണെന്ന് ഞാൻ മനസ്സിലാക്കത്തക്ക രീതിയിൽ അദ്ദേഹം ഒരു അതായത് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു കെട്ട് പുസ്തകം തൻ്റെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നു. As he was much impressed by the message that I gave him in Jesus Christ, in order to prove who he is, he went to his car and gave me a packet full of books. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഏതോ ഗൾഫ് നാട്ടിലോ യൂറോപ്യൻ നാട്ടിലോ എവിടെയോ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പോകുന്നതിൻ്റെ ഉദ്ദേശം അവിടെയുള്ള ബൈബിൾ കോളേജുകളിലേക്ക് സിലബസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. തുടർന്ന് അദ്ദേഹം എൻ്റെ മുൻപിലേക്ക് വന്നിട്ട് ആ ഗിഫ്റ്റ് പേപ്പർ അദ്ദേഹം പറഞ്ഞു, ഇത് അമേരിക്കയിലേക്ക് എങ്ങോട്ടൊക്കെ അയക്കാൻ വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പൊട്ടിക്കേണ്ട ബ്രദറെ, ആ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ പൊട്ടിച്ചാൽ തിരിച്ച് അതേപോലെ പാക്ക് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും, അതുകൊണ്ട് പൊട്ടിക്കേണ്ട. He was trying to unwrap a packet which he wanted to send to some European nations or America, and as he was trying to unwrap, I stopped him from doing that. പക്ഷേ എൻ്റെ വാക്കൊന്നും അദ്ദേഹം വില വെച്ചില്ല. അദ്ദേഹം പെട്ടെന്ന് അത് കീറിയെടുത്തിട്ട് അതിൽ ഓരോരോ പുസ്തകങ്ങൾ എന്നെ കാണിക്കാൻ തുടങ്ങി. 4-5 പുസ്തകങ്ങൾ അതിലുണ്ട്. അതെല്ലാം ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസിനുള്ള സിലബസാണ്. അതെല്ലാം നിറച്ച് ഓരോ പുസ്തകം നമ്പർ 1, ബുക്ക് നമ്പർ 1, 2, 3 ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഇത് എന്നെ കാണിക്കുവാനായിട്ട് അദ്ദേഹം ധൃതി കൂട്ടി. When I instructed him not to unwrap, he was not willing to do that. Instead, he unwrapped the books and he began to show me one by one, and I found that all the books were designed by him for the students in Bible college. അദ്ദേഹം അങ്ങനെ ഒരു എഫേർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇൻഡെക്സിലൂടെ പെട്ടെന്ന് ഓരോ ബുക്കിൻ്റെ ഇൻഡെക്സിലൂടെ കടന്നുപോയി. ആ ഇൻഡെക്സിലൂടെ കടന്നു പോയപ്പോൾ പല പല നല്ല കാര്യങ്ങൾ അതിൽ ഞാൻ കാണുവാനായിട്ടിടയായി. 1-ാമത്തെ ബുക്ക് മാറ്റി, 2-ാമത്തെ ബുക്ക് മാറ്റി, 3-ാമത്തേത്, 4-ാമത്തെ, അവസാനത്തെ പുസ്തകം വരെ ഞാൻ ഇൻഡെക്സ് നോക്കി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവരാജ്യം എന്ന സിലബസ് ഇതിൽ കാണുന്നില്ലല്ലോ ദൈവദാസനെ. I went through all the index of all the books
and I found a lot of good contents in the index. And at last I asked him that, dear servant of God, I don't find anything in this book in relation with the kingdom of God. വീണ്ടും ഞാൻ ചോദിച്ചു, ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടിയെക്കുറിച്ചും ഇതിലൊന്നും കാണുന്നില്ലല്ലോ. Again I asked, I don't find anything about the new creation which is said in the kingdom of God. അദ്ദേഹത്തിന് അത് വലിയ വിഷമമായിപ്പോയി. പിന്നെ ഞാൻ ചിന്തിച്ചു, പറയണ്ടായിരുന്നു എന്ന്. As I found him very sad, I thought it was not good for me to speak to him. എങ്കിലും പറഞ്ഞത് നന്നായി, കാരണം അദ്ദേഹം അത് ചിന്തിക്കാനായിട്ട് ഇടയാകും. ഭാവിയിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള ഈ വ്യക്തിത്വം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാക്കുന്നുവെങ്കിൽ അത് ജനങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. Nevertheless, I found it was good for me to speak to him so, because this man of influence in future may think about this, and he may include all these books designed for the students in the Bible college based on the kingdom of God. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചേ. നല്ല കാര്യങ്ങളുണ്ട്. അതായത് ബൈബിളിലെ ചിന്തകൾ, അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ടീച്ചർമാർ, ഇതൊക്കെ വേണം, ഇതൊക്കെ നാം പഠിക്കണം. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ഭാവി. അത് ശ്രദ്ധിച്ചോളണം. ഇതെല്ലാം നമ്മളെ ഭാവിയിലേക്ക് എത്തിക്കുന്ന സ്കഫോൾഡിങ്ങുകളാണ്. ഹല്ലേലൂയ. ഇതല്ല നമ്മുടെ ഭാവി. നമ്മുടെ ഭാവി ദൈവരാജ്യത്തിലാണ്. അവിടുത്തെ പൗരന്മാരാണ് പുതിയ സൃഷ്ടികൾ. ഇതില്ലാതെ സ്കഫോൾഡിങ് കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. My dear brethren, we have thoughts in the Bible, we have Bible in the Bible, we have prophets, pastors, teachers, and all these things are scaffolding. But this is not our future. Our future is in the kingdom of God. In the kingdom of God, we all have to be a new creation. ഹല്ലേലൂയ. നിങ്ങളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം, ലോറികൾ വരുന്നു, ലോറികൾ പോകുന്നു. പണിക്കാർ വണ്ടി ഇറക്കാൻ വണ്ടിയിൽ പണിക്കാരെ കൊണ്ടുവരുന്നു, പണിക്കാർ പോകുന്നു. ഇതാ പല പല രംഗങ്ങൾ, സ്കഫോൾഡിങ്ങുകൾ. സ്കഫോൾഡിങ് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതാ ഈ ആളുകൾ ഈ പണിയുമ്പോൾ വെച്ച് കയറാൻ ഉപയോഗിക്കുന്നില്ലേ ഒരു സ്റ്റീലിൻ്റെ റോഡുകൾ, എന്താ ഗോവണി അല്ല, ഗോവണി പോലെയൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ച് കെട്ടി ആണ് ആളുകൾ മുകളിൽ കയറി പണിയുന്നത്, പെയിൻ്റ് അടിക്കുന്നത് ഒക്കെ. പണിയാൻ ഉപയോഗിക്കുന്ന ക്രമീകരണങ്ങളാണ് സ്കഫോൾഡിങ്. ഒരു ചിത്രം ഞാൻ വെച്ചിട്ടില്ല, വെച്ച് ഞാൻ കാണിക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ നാട്ടിലൊക്കെ സ്വാഭാവികമാണ്, വലിയ വലിയ ബിൽഡിങ്ങൊക്കെ പണിയുമ്പോൾ അതിൽ സ്കഫോൾഡിങ് ചുറ്റും വെച്ചിട്ടാണ് പണിത് നിലകൾ, മലയാളത്തിൽ നിലകൾ വെച്ച് പണിയും. ഹല്ലേലൂയ. ഇതേപോലെയുള്ള നിലകളാണ്, ആ നിലയുണ്ടാക്കാൻ സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് സകലതും. ഹല്ലേലൂയ. Scaffolding is just only a device we use for to do some works in the sites. ഹല്ലേലൂയ. കൺസ്ട്രക്ഷന് വേണ്ടിയാണ്. ഈ കൺസ്ട്രക്ഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ സ്കഫോൾഡിങ്ങിന് പിന്നെ പ്രാധാന്യമുണ്ടോ? ഇല്ല. ഇതെല്ലാം എടുത്തു മാറ്റി കൺസ്ട്രക്ഷൻ ആയിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. ഈ കൺസ്ട്രക്ഷനാണ് നമ്മുടെ ഉള്ളിലെല്ലാം ആ ദൈവരാജ്യം പണി നടത്തുകയാണ്. Scaffolding is used for construction, and after the construction there is no use of scaffolding. ഹല്ലേലൂയ. ആ ദൈവരാജ്യമാണ് ഈ നിലനിൽക്കുന്ന രാജ്യമായിട്ടുള്ളൂ. ആ ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടികളാണ് നിത്യം ജീവിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഇനി പഴയ സൃഷ്ടിയിലെ പരിച്ഛേദനവും അല്ല, അഗ്രചർമ്മവും അല്ല കാര്യം, പുതിയ സൃഷ്ടി അത്രേ കാര്യം. The kingdom of God and the new creation are eternal. This is why the word of God says, it is not the circumcision that matters, but new creation in the kingdom of God that matters much. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ നല്ലതാണ്, പ്രവാചകന്മാർ നല്ലതാണ്, സുവിശേഷകന്മാർ നല്ലതാണ്, ഇടയന്മാരും ടീച്ചർമാരും ഒക്കെ നല്ലതാണ്. പക്ഷെ ഇവരൊക്കെ ദാസന്മാരാണ്. ദൈവം അന്വേഷിക്കുന്നത് ദാസന്മാരെ അല്ല, ദൈവം അന്വേഷിക്കുന്നത് പുത്രന്മാരെയാണ്.
apostles, pastors, prophets, teachers are all good, but they are all the servants of God. But what God the Father is seeking is not servant, but God the Father is seeking to see his children. ഹല്ലേലൂയ. ഈ അഞ്ചംഗ ശുശ്രൂഷ സംഘവും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ സ്കഫോൾഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നിലയുടെ ഭാഗങ്ങളാണ്. ഈ പ്രസംഗിക്കുന്ന അപ്പോസ്തലനും ദൈവപുത്രനായി വെളിപ്പെട്ടാലേ ദൈവരാജ്യത്തിൽ കയറത്തുള്ളൂ. All these fivefold ministers are part of the construction, and they are not the future, but when these servants become the children of God, they can enter the kingdom. അതായത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ടീച്ചർമാർ, ഇതെല്ലാം ദാസന്മാരുടെ കോളിംഗ് ആണ്. ക്രിസ്തു നമ്മളെ വിളിച്ച വിളിയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു വിളി ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പരമവിളി. ഹല്ലേലൂയ. മറ്റതൊക്കെ ദാസന്മാരുടെ വിളിയാണ്. പരമവിളി എന്ന് പറയുന്നത് ദാസന്മാരുടെ വിളിയല്ല, അത് ദൈവപുത്രന്മാരുടെ വിളിയാണ് ക്രിസ്തുവിൽ. The calling of prophets, pastors and teachers are all calling by God, but that's not the great calling. But the great calling by God the Father is to become a child of God. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഇതാ ഫിലിപ്പിയർ 3:14 ഒരു പരമവിളിയെക്കുറിച്ച് പറയുന്നു. അതെന്തിനാണ്? ഇവിടെ ഓൾറെഡി വിളിയുള്ള അപ്പോസ്തലനായ പൗലോസ്, ശ്രദ്ധിച്ചേ, ഏതായ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ മറ്റൊരു വിളി, അതായത് ഹൈ കോളിംഗ് എന്നാണ് ബൈബിൾ പേരിട്ടിരിക്കുന്നത്, പരമവിളിയുടെ വിരുദിനായി അപ്പോസ്തലനായി വിളിയുള്ള ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. The book of Philippians chapter 3 verse 14 we can see Apostle Paul, who is called as apostle, he says that I am pressing toward for the high calling of God in Christ Jesus. ബാക്കി എല്ലാ വിളികളും കോളിങ്ങുകളാണ്, പക്ഷെ അതൊന്നും ഹൈ കോളിംഗ് അല്ല. അത് ഭൂമിയിലെ ദാസന്റെ പണിയാണ് അവിടെ ചെയ്യേണ്ടത്. പക്ഷെ ഈ പരമവിളി ഭൂമിയിലെ ദാസന്റെ പണിയല്ല, സ്വർഗത്തിലെ ദൈവപുത്രന്റെ പണിയാണ്. All the callings are calling by God, but the great calling is not to become servant, but the great calling is to become the child of God. ബാക്കിയെല്ലാം ആ നിലകളുടെ സ്കഫോൾഡിങ്ങിന്റെ ഭാഗമാണ്. പക്ഷെ പരമവിളി പ്രൊജക്റ്റ് പൂർത്തിയായ ദൈവപുത്രന്മാരുടെ ഭാഗമാണ്. All the other callings are just scaffolding which are a part of the construction, but the great calling is where the real project, the mission is manifested. ഹല്ലേലൂയ. പിശാച് നമ്മളെ മണ്ടന്മാരാക്കിയതുകൊണ്ട് നമ്മുടെ സെമിനാരികളും ബൈബിൾ സ്കൂളുകളും ഒക്കെ സ്കഫോൾഡിങ് പഠിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ സ്കഫോൾഡിങ് അല്ല, നിലകൾ ഉപയോഗിച്ചുകൊണ്ട് പണിയേണ്ട പ്രൊജക്റ്റിലേക്ക് വരുന്നില്ല. എന്നാൽ ഇനി അവനെ ജയിക്കാൻ അനുവദിക്കരുത് പിശാചിനെ. As Satan has fooled us, we are all still stand in the syllabus that is scaffolding, which is a part of the construction, but we have yet to come to the full project of the mission that God has designed. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഇതാ എൻ്റെ അപ്പൻ പുറകിലിരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഞാൻ ഒരു 2-3 മാസം ഇംപ്ലാന്റ് ട്രെയിനിങ്ങിന് അവിടെ പോയിട്ടുണ്ട്. അവിടെ കാണാം, ചെയർമാനെ കാണാം, ജനറൽ മാനേജറെ കാണാം, മാനേജർമാരെ കാണാം, എഞ്ചിനീയേഴ്സിനെ കാണാം, അവരുടെ കീഴിൽ വർക്കേഴ്സിനെ കാണാം. അവിടെയും ഉണ്ട് 5 അംഗ സംഘം. ഈ 5 അംഗ സംഘം ഇതുപോലെ ചെയർമാനെയും എഞ്ചിനീയറെയും മാനേജറെയും ടെക്നീഷ്യനെയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? അവരെല്ലാം കൂടി ചേർന്ന് ഒരു സാധനം ഉണ്ടാക്കണ്ടേ? എന്താണാവോ ആ സാധനം? For example, my father who worked in shipyard, I also have been there, but I found the 5 offices that is given to the authorities there. But all these 5 officers are not just practicing their 5 offices, but they are practicing these 5 offices for accomplishing one project. And what is that project? എന്തായിരിക്കും ഈ 5 അംഗ ശുശ്രൂഷ സംഘം കൂടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉണ്ടാക്കണ്ടേ? ഷിപ്പല്ലേ, കപ്പലല്ലേ? പക്ഷെ ഇവർ കപ്പലുണ്ടാക്കാൻ മറന്നുപോയാലോ? അതല്ലേ ഇന്ന് സഭയുടെ അവസ്ഥ? അതല്ലേ ഇന്ന് സഭയുടെ അവസ്ഥ? തിരക്ക് പിടിച്ച ഓട്ടോ പാസ്റ്റർ, തിരക്ക് പിടിച്ച ഓട്ടോ പ്രവാചകൻ. എന്തിനാ? വർക്കിംഗ് ഫോർ നത്തിങ്.
These 5 officers in the Cochin shipyard, if they don't build a ship, all their office is in vain. And just like that, we see all the pastors are very busy and they are not actually accomplishing the great calling that has been given to them. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് ദാസനും ആയിരിക്കും എന്നല്ല, അവൻ എനിക്ക് മകനും ആയിരിക്കും. The word of God says, he that becomes victorious shall inherit the kingdom, and he shall not be my servant, but he says he shall be my son. ഹല്ലേലൂയ. ദൈവം അന്വേഷിക്കുന്നത് ദാസന്മാരെ അല്ല, ദൈവം അന്വേഷിക്കുന്നത് പുത്രന്മാരെയാണ്. God doesn't seek servants, but God always seeks his children. ദാസന്മാരെ ഉണ്ടാക്കിയത് പുത്രന്മാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്കഫോൾഡിങ് പോലെയാണ്, നിലകളെ പോലെയാണ്. അവർ താൽക്കാലികരാണ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കും. God has called his servants to build his children, and the servants, they don't live in the house of God always, but sons live always in the house of God. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21:7 പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. This is why the book of Revelation chapter 21 verse 7 says, he that overcomes shall inherit these things, and I will be his God, and he shall be my son. ഹല്ലേലൂയ. ഇനി നമ്മൾ വായിച്ച ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. അതുകൊണ്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവർ ആകൊണ്ട്. അപ്പോൾ കൊടുത്ത മക്കൾ ഇപ്പോൾ ഏത് പൊസിഷനിലാ? ജഡരക്തമുണ്ട്. ഹല്ലേലൂയ. ജഡരക്തമുള്ള മക്കളാണ്. കാരണം ഇപ്പോൾ ടെസ്റ്റിലാണ് അവർ ദൈവത്തെ സ്നേഹിക്കുമോ ഇല്ലയോ എന്നറിയുന്ന, വിശ്വസ്തത തെളിയിക്കുന്ന, വിശ്വാസത്തിൻ്റെ പരിശോധന എന്നറിയപ്പെടുന്ന ടെസ്റ്റിലായിരുന്നു. ആ ടെസ്റ്റിൽ അവർ പരാജയപ്പെട്ടും പോയി. In the book of Hebrews chapter 2 verse 13 we can see Jesus says that I and the children whom God hath given me, and these children God has shared in flesh and blood for a test of faith, and they now have failed in the test. ഹല്ലേലൂയ. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവർ ആകൊണ്ട് ക്രിസ്തുവും, ഏത് ക്രിസ്തു? ആത്മാവാകുന്ന, ദൈവപുത്രനാകുന്ന, വചനമെന്ന് മറുപേരുള്ള ക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി. ഹല്ലേലൂയ. ചേഞ്ച് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവരൂപം മാറിയിട്ട് മനുഷ്യരൂപത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം എഴുതിയിരിക്കുന്നത്, യേശു ക്രിസ്തു ദൈവത്തോടുള്ള ആ ദൈവിക ഫോം വിട്ടുകളഞ്ഞു, മനുഷ്യൻ്റെ ഫോം എടുത്തു. ഹല്ലേലൂയ. അല്ലാണ്ട് സ്വർഗസ്ഥ പിതാവ് ഭൂമിയിലേക്ക് വന്നതല്ല, സ്വർഗസ്ഥ പിതാവിൻ്റെ മകനായ ദൈവപുത്രനായ ക്രിസ്തു വചനം മാംസമായി ഫോം മാറി ഭൂമിയിലേക്ക് വന്നു. As the children whom God has given to Jesus Christ are in flesh and blood, Jesus also took the form of flesh and blood, and he came to this earth. It is not God the Father that came down to save us, but it is the Son of God, that is Jesus Christ, who in the form of flesh and blood came on this earth to save us. പിതാവിൻ്റെ കൽപ്പനയാൽ. ഹല്ലേലൂയ. പിതാവ് അയച്ചിട്ട്. ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവർ ആകൊണ്ട് ക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പോൾ ഈ മരണം ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തോർക്കണം? ആ പിശാചിനെ, നമ്മളെ കീഴടക്കിയ പിശാചിനെ യേശു ക്രിസ്തു തൻ്റെ
മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു എന്ന് നമ്മൾ ഇവിടെ ഓർക്കണം. Through the death of Jesus Christ, he destroyed the devil that had the power of death. And when we remember this Lord's table, when we proclaim the death of Jesus Christ, we should remember that the power of death is defeated by Jesus Christ through his death. Hallelujah. Hallelujah. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത് ഓർക്കുന്നത്, ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ആരെ കൊടുത്തു? മക്കളെ കൊടുത്തു. എന്നാൽ കൊടുത്ത മക്കൾക്ക് എന്നാ പറ്റി? അവർ മരണത്തിൻ്റെ പിശാചിൻ്റെ അടിമകളായി മാറി. അതുകൊണ്ട് ഈ മക്കളെ ദൈവം ആർക്കാണോ കൊടുത്തത്, ആ വ്യക്തിത്വത്തെ പിതാവ് ഭൂമിയിലേക്ക് അയക്കുകയാണ്, രൂപം മാറ്റി. കാരണം ഒരു സ്പിരിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റത്തില്ല, മനസ്സിലാകില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം ഇതാ മറിയയിലൂടെ ഒരു ബോഡി ഒരുക്കിയിട്ട് തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക്, ക്രിസ്തുവിനെ യേശുവായി അയക്കുകയാണ്. As the children whom God the Father gave to Jesus Christ were conquered by the death and by the devil, Jesus, who is in spiritual realm, took our nature and he abandoned his his God's category, and he came to save us. And God the Father used the same person to whom he gave his children, that through his death we may overcome the death. ഇതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 10:5 മുതൽ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു വന്നത് ഇതാ മൃഗങ്ങളെ അകം കഴിക്കാൻ വേണ്ടിയല്ല, അന്ന് നടന്നിരുന്നത് പോലെ അവിടെ എഴുതിയിരിക്കുകയാണ്. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. പിന്നെ എവിടെ വന്നേ? ലോകത്തിൽ. എന്നാൽ ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ഏതൊരു സ്പിരിറ്റിനും ഈ ഭൂമിയിലേക്ക് വരണമെങ്കിൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് ആണ് ഫിസിക്കൽ ബോഡി. Hebrews chapter 10 verse 5 says, wherefore when he cometh into the world, he saith, sacrifice and offering thou wouldest not, but a body didst thou prepare for me. When a spiritual being has to come into this earth, and it needs a physical body. Hallelujah. എൻ്റെ മക്കളെ ശ്രദ്ധിച്ച, ബേസിക്കലി വി ആർ സ്പിരിറ്റ്. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാക്കളാണ്. സോൾ എന്ന് പറയുന്നത് ഒരാത്മാവാണ്. എ പ്രീ സ്പിരിറ്റ്, എ ഡിഗ്രി ബിഫോർ ഡിഗ്രി, അതാണ് പ്രീ ഡിഗ്രി. ഇതേപോലെ സോൾ എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് തന്നെയാണ്, പക്ഷേ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി വെച്ചിരിക്കുന്ന സ്പിരിറ്റാണ്. In fact, our soul is also spirit, and soulish realm is a bit lowered from the category of God. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തെക്കാൾ അല്പമാത്രം. ആ ദൈവം എന്ന് പറയുന്നത് കാറ്റഗറിയാണ്, മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി ഇതാ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അവിടെ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് എലോഹീം എന്ന വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. This is why the word of God says that we are made as souls which is a bit lowered from the category of God. Hallelujah. പലപ്പോഴും ആ വേർഡ് പലതിനും, സ്പിരിറ്റ് ആത്മലോകത്തുള്ള പലതിനും, ദേവന്മാർ എന്ന് പറയുമ്പോൾ ആ വേർഡ് ഉപയോഗിക്കാറുണ്ട്, അത്യുന്നതനായ ദൈവം എന്ന് പറയുമ്പോൾ ആ വേർഡ് ഉപയോഗിക്കാറുണ്ട്, ദൂതന്മാരുടെ ചില ഗണത്തിന് ആ വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ്സ് എ കാറ്റഗറി. ആ കാറ്റഗറിയിൽ നിന്ന് ഒരല്പം താഴെയായിട്ട് സ്പിരിച്വൽ ബീയിങ്സ് ആയിട്ട് നമ്മളെ ഒരുക്കി. എന്തിനാണെന്നറിയാമോ? ഈ ടെസ്റ്റ് ജയിച്ചാൽ നമ്മളെ ദൈവത്തിൻ്റെ പുത്രന്മാരായി ആ ക്രിസ്തുവിൻ്റെ കാറ്റഗറിയിലേക്ക്, അതേ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. We are also Elohim, but we are created a bit lowered from the category of God realm, that once we face the test and we overcome the test, we will be lifted up to the realm of God. Hallelujah. ക്രിസ്തുവോട് അനുരൂപപ്പെടുവാൻ നമ്മളെ
മുൻ നിയമിച്ചിരിക്കുന്നു. ക്രിസ്തു ഏത് കാറ്റഗറിയാണോ അതേ കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം. അതിനാണ് റോമ 8:29 നമ്മളെ അതിനായി മുൻ നിയമിച്ചിരിക്കുന്നത്. തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവനോട് അനുരൂപമാകുവാൻ. ഏതവനോട്? ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ തന്നിരിക്കുന്നു. According to the book of Romans chapter 8 verse 29, we are predestinated by God our Father to be conformed in the image of his son Jesus Christ, that he must be the firstborn among many brethren. ഹല്ലേലൂയ. മനസ്സിലാക്കുക, ക്രിസ്തു ഏത് കാറ്റഗറിയാണോ അതേ കാറ്റഗറിയിലേക്ക് നമ്മളും എത്തിച്ചേരുവാൻ ഓൾറെഡി ആ ബീജം, ആ സീഡ് ദൈവം വീണ്ടും ജനിച്ചവർക്ക് തന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ ഡ്യൂട്ടിയാണ് അതിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, ഹി ഹാസ് ഗിവൺ us power to become. ദൈവം നമുക്ക് ശക്തി തന്നിരിക്കുന്നു, അധികാരം തന്നിരിക്കുന്നു. എന്തായി തീരാൻ? ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരാൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരായി തീരാൻ, പവർ ടു ബിക്കം, ആയി തീരാൻ അധികാരം തന്നിരിക്കുന്നു. God the Father has given the power to become his children through his son Jesus Christ. അങ്ങനെ നമ്മൾ ദൈവപുത്രന്മാരായി തീരുന്നതാണ് ആരുടെ ഇഷ്ടം? പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് രൂപം മാറി ശരീരത്തിലേക്ക് വന്നപ്പോൾ താഴെ എഴുതിയിരിക്കുകയാണ്, ഇതാ ശരീരത്തിലേക്ക് ഞാൻ വന്നു, ഇനി അങ്ങ് ഇഷ്ടപ്പെടുന്ന ആരാധന ഞാൻ അങ്ങക്ക് തരാമെന്നല്ല യേശുവിനെ കുറിച്ച് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ് ഹെബ്രായ ലേഖനം 10:5-6, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. നിനക്ക് വേണ്ടത് ആരാധനയല്ല, ഇപ്പോൾ നിനക്ക് വേണ്ടത് നിന്റെ മക്കളെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് താഴെ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ക്രിസ്തു പറയുകയാണ്, ദൈവമേ ഈ ശരീരത്തിൽ ഞാൻ വന്നിരിക്കുകയാണ്, എന്നെ അങ്ങ് അയച്ചിരിക്കുകയാണ്. എന്തിനാ വന്നേക്കണേ? അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. അതാണ് ഏശയ്യാ 53:10 നാം കാണുന്നത്. അതാണ് ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ പുറകിൽ നിൽക്കുന്ന സപ്പോർട്ടീവ് വേർഡ് എന്ന് പറയുന്നത്. In the book of Hebrews chapter 10 verse 6 and 7 we see, in the whole burnt offerings and sacrifice for sin thou hadst no pleasure. Then said, Lo, I am come, in the roll of the book it is written of me to do thy will, O God. And what is the will of God? The will of God is to see us through his son Jesus Christ. ഹല്ലേലൂയ. ഇതാ ഇവിടെ നോക്കുമ്പോൾ ഈ ദൈവ ഇഷ്ടം കാണാം. ഏശയ്യാ 53:10 നമുക്ക് ഈ ദൈവ ഇഷ്ടം കാണാം. യേശു ക്രിസ്തുവിന് മക്കളെ കൊടുത്തു എന്ന് നാം കേട്ടു. ഇതാ എന്നാൽ മക്കളെ സൃഷ്ടിച്ചിട്ടുമില്ല, ജനിപ്പിച്ചിട്ടുമില്ല, മക്കളെ കൊടുത്തിട്ടുണ്ട്. ഈ മക്കളെ പുതിയതായി സൃഷ്ടിക്കുന്ന മണ്ഡലമാണ് ഏശയ്യാ 53:10. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. We heard that God the Father has given children in the hand of Jesus Christ, but we can see in the book of Isaiah chapter 53 verse 10 how he creates his children through Jesus Christ. Hallelujah. ഇതാ താൻ എപ്പോഴാണ് മക്കളെ കൊടുത്തത്? ആ കൊടുത്തത് നമുക്കറിയാം, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ലോകസ്ഥാപനത്തിന് മുമ്പാണ് ക്രിസ്തുവിന് സ്വർഗസ്ഥ പിതാവ് മക്കളെ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് എഫേസ്യ ലേഖനം 1:4 പറയുന്നു. ദൈവാനുഭവം നമുക്ക് അങ്ങോട്ടേക്ക് വരാം. എന്നാൽ ഇതാ ഈ തിരുവത്താഴ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ മക്കളെ പുതിയതായി സൃഷ്ടിക്കുന്നത് എവിടെ വെച്ചാണെന്നാണ് നമ്മുടെ കാണുന്നത്. ഇതാ ഏശയ്യാ 53:10 പറയുകയാണ്, എന്നാൽ ക്രിസ്തുവിനെ, അവനെ നനയിലേക്കണേ, ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ, ക്രിസ്തുവിൻ്റെ പ്രാണൻ ഒരു അകൃത്യകമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ
കാണുകയും. അപ്പൊ ക്രിസ്തു എന്നാ കാണണം? അപ്പൊ കൊടുത്ത സന്തതിയെ കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് തനിക്ക് തന്ന സന്തതിയെ കാണണം. സന്തതിയെ കാണുകയും ആ സന്തതി എന്നാ പ്രാപിക്കണം? ദീർഘായുസ് പ്രാപിക്കുകയും അങ്ങനെ യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഇതാണ് ദൈവവചനം പറയുന്നത്. ദൈവമേ, ഈ ശരീരത്തിൽ ഇതാ ഞാൻ വരുന്നു. എന്തിന്? യാഗം കഴിക്കാനും ഹോമം കഴിക്കാനും അല്ല, ഈ ജീവിതം തന്നെ നിനക്കായി യാഗമായി തന്നുകൊണ്ട് അതിലൂടെ ദൈവപുത്രന്മാരെ, സന്തതിയെ കാണാൻ. Isaiah chapter 53 verse 10 says, "Yet it pleased Jehovah to bruise his son Jesus Christ. He hath put him to grief. When thou shalt make his soul an offering for sin, he shall see his seed, he shall prolong his days, and the pleasure of Jehovah shall prosper in his hand." ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് ഒരു മതം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ സന്തതികളെ കാണാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ മരണം ഓർക്കാൻ പറയുമ്പോൾ നമ്മൾ എന്നാ ഓർക്കണേ? കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയുള്ള നമ്മളുടെ പുതിയതായ സൃഷ്ടിപ്പിനെയാണ് നമ്മൾ അവിടെ ഓർക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. So by the death of Jesus Christ, he was not trying to make a religion, but he was trying to create us. So when we remember the Lord's table, we are remembering what Jesus Christ did and his purpose, that to create us as new creation. ഹല്ലേലൂയ. അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷയിൽ നമ്മൾ ഓർക്കുന്നത് ഒന്ന്, സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനും മക്കളെ കൊടുത്തു. രണ്ട്, ആ മക്കളെ സ്വർഗസ്ഥ പിതാവ് ആദത്തിൽ ബോഡിയിൽ ഒരു ടെസ്റ്റിന് അനുവദിച്ചു. മൂന്ന്, ആ മക്കൾ ടെസ്റ്റിൽ പരാജയപ്പെട്ട് പിശാചിൻ്റെ അടിമകളായി പോയി. നാല്, അവരെ രക്ഷിക്കുവാൻ വേണ്ടി ആർക്കാണോ ഈ മക്കളെ കൊടുത്തത്, അതേ ദൈവപുത്രൻ, ആത്മാവാകുന്ന ദൈവപുത്രൻ രൂപം മാറി ജഡത്തിലേക്ക് വന്ന് ഈ ജഡത്തിലെ മരണത്തിലൂടെ ഇവരെ അടിമകളാക്കി വച്ച പിശാചിനെ പരാജയപ്പെടുത്തി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി തൻ്റെ മരണത്തിൽ ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി തൻ്റെ മക്കളെ പുതിയതായി സൃഷ്ടിച്ചു. തൻ്റെ സന്തതിയെ കാണുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഈ സന്ദേശം നമ്മളോട് പറയുമ്പോൾ ദൈവം നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ക്രിസ്തുവിലൂടെ നിന്നെ രക്ഷിക്കാനായിട്ട് ഇതാ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഞാനും നിങ്ങളും അത് വിശ്വസിച്ചാൽ ആ സുവിശേഷ ബീജത്താൽ ഈ പുതിയ സൃഷ്ടിയിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. So when we remember the Lord's table, we mainly remember four things. That firstly, God the Father gave his children in the hand of Jesus Christ, and secondly, they were all in Adam, and thirdly, they failed in the test, and the death overtook them, and fourthly, Jesus Christ, to whom we were given, God the Father allowed him to come in the form of flesh and blood to save us. Hallelujah. Glory to God. ഇതുകൊണ്ടാണ് 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ പുതിയ സൃഷ്ടിയിലെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയാണ്, കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം നേരത്തെ ജനിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ, അത് ഒരു സ്ത്രീയിൽ നിന്നാണ്. ഹല്ലേലൂയ. സ്ത്രീയിലൂടെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ജനനം ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. First Peter chapter 1 verse 23 says, having been begotten again, not of corruptible seed, but of incorruptible, through the word of God, which liveth and abideth. ഹല്ലേലൂയ. ആ ജനനം മനുഷ്യനിൽ നിന്നല്ല, സ്ത്രീയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്.
And this birth is not from the womb of a woman, but it is from God. ഇതാണ് യേശു ക്രിസ്തു വളരെ വ്യക്തതയോടെ നിക്കോദീമോസിനോട് പറയുന്നത്. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. ഇവിടെയാണ് യേശു ക്രിസ്തു പള്ളിപ്രമാണികളിൽ പ്രമാണിയായ നിക്കോദീമോസിനോട് വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നത്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. This is why Jesus Christ spoke to Nicodemus that what is born of flesh is born, what is born of flesh is flesh, and what is born of spirit is spirit. And he says, unless one is born again, he shall not see the kingdom of God. ഹല്ലേലൂയ. ഇതാ നിങ്ങൾക്ക് അവിടെ കാണാം യോഹന്നാൻ 3:6-7 വാക്യങ്ങളിൽ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, അതാണ് സ്ത്രീയിൽ നിന്നുള്ള ജനനം. ആത്മാവാൽ ജനിച്ചത് ആത്മാവാകുന്നു, ഇതാണ് ദൈവത്തിൽ നിന്നുള്ള ജനനം. John chapter 3 verse 6, that which is born of the flesh is flesh, and that which is born of the spirit is spirit. ഹല്ലേലൂയ. ഈ രണ്ടിനെ കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ അവൻ കാഴ്ചയാൽ ജീവിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവനെ ദൈവാത്മാവ് അവനിലൂടെ ജീവിക്കുന്നു. He that is born of the woman, he lives by sight, but whereas he that is born of the spirit is led and controlled by the spirit. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, ഇനി ഞാൻ വായിക്കാൻ പോണ കാര്യം ശ്രദ്ധിച്ചോ. ഇങ്ങനെയാണോ നിങ്ങൾ ജീവിക്കണമെന്ന് ഒന്ന് ചെക്ക് ചെയ്താട്ടെ. കാരണം അടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആത്മാവാൽ ജനിച്ചവരെ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാമോ? താഴെ എഴുതിയിരിക്കുന്നു 8-ാം വാക്യം. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഓതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം ഇതുപോലെ ആകുന്നുവെന്ന് ദൈവപുത്രനായ ക്രിസ്തു, വിശ്വാസന നായകനും പൂർത്തി വരുന്നതിനായ ക്രിസ്തു ഉത്തരം പറഞ്ഞു. നമ്മളിങ്ങനെയാണോ ജീവിക്കുന്നത്? The book of John chapter 3 verse 8 says, the wind bloweth where it will, and thou hearest the voice thereof, but knowest not when it cometh and whither it goeth. So is everyone that is born of the Spirit. ഹല്ലേലൂയ. എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ? ഒരു തൂവൽ, ആ തൂവൽ കാറ്റിൽ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൂപ്പൻ താടി ദാ കുറച്ചൊന്ന് പൊങ്ങുന്നു, വീണ്ടും ഒന്ന് താഴുന്നു, വീണ്ടും ഒന്ന് മാറുന്നു. അത് അപ്പൂപ്പൻ താടിയല്ല അപ്പൂപ്പൻ താടിയെ കൊണ്ടുപോകുന്നത്, കാറ്റാണ് അപ്പൂപ്പൻ താടിയെ കൊണ്ടുപോകുന്നത്. ഇനി മുതൽ ദൈവാത്മാവ് വേണം നമ്മളെ ചലിപ്പിപ്പാൻ. ദൈവാത്മാവാൽ നയിക്കുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ. Just as a feather that moves, it cannot move by its own, it is moved by the power of the wind. This is how the life of a man who is born of spirit, that when we are born again, or when we are born of the spirit, we are also have to be controlled by the spirit, just as the feather. അങ്ങനെ യേശു ക്രിസ്തുവിനാൽ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനാൽ, യേശു ക്രിസ്തു പറഞ്ഞ വചനത്താൽ അത് നാം വിശ്വസിച്ചപ്പോൾ ഈ പുതിയ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പുത്രന്മാരായി ആദത്തിൻ്റെ കാറ്റഗറി വിട്ട് ക്രിസ്തുവിൻ്റെ കാറ്റഗറിയിൽ നാം വീണ്ടും ജനിച്ചു. So when we began to believe in the word of God, we departed from the Adam's category and we began to belong to God's category. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കാറ്റഗറി മാറി. മരണമുള്ള കാറ്റഗറിയിൽ നിന്ന് മരണമില്ലാത്ത കാറ്റഗറിയിലേക്ക്, ആദത്തിൻ്റെ ജനറേഷനിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ജനറേഷനിലേക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റി. പക്ഷേ നാം ഇത് അറിഞ്ഞില്ല എങ്കിൽ പഴയതിൽ തന്നെ തുടരും. And we should know that our status has been exchanged from the nature of Adam to the nature of God. ഇതാണ് ഫസ്റ്റ് കൊറിന്ത്യൻസ് 15-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇനി നമ്മുടെ ചോയ്സാണ്, ആദത്തിൻ്റെ കാറ്റഗറിയിൽ നിൽക്കണോ അതോ ക്രിസ്തുവിൻ്റെ കാറ്റഗറിയിൽ നിൽക്കണോ? 1 Corinthians chapter 15 verse 22 says,
For as in Adam all die, so also in Christ shall be made alive. So it is our choice whether we should die in Adam or should be alive in Christ. ഇതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ സന്ദേശങ്ങളിൽ നമ്മൾ കേട്ടില്ലേ. നേരത്തെ ഇതാ കാറ്, ലോറി, ബസ് എല്ലാം ഇതാ IC എൻജിനിൽ ഇന്റേണൽ കമ്പഷൻ എൻജിനിൽ ഓടുന്ന വണ്ടികളായിരുന്നു, പെട്രോളും ഡീസലും അടിച്ച് ഓടുന്ന വണ്ടികളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളും വന്നിരിക്കുന്നു, EV വണ്ടികൾ വന്നിരിക്കുന്നു, ഇലക്ട്രിക് വെഹിക്കിൾ വന്നിരിക്കുന്നു. പക്ഷേ ഇത് രണ്ടിൻ്റെ ഇടയിൽ വേറൊരു വെഹിക്കിൾ ഉണ്ട്, ഹൈബ്രിഡ് വെഹിക്കിൾ. അതിൽ IC എഞ്ചിനും ഉണ്ട്, ഈ പെട്രോൾ ഉപയോഗിച്ച് പോകുന്ന സംഭവമുണ്ട്, EV ഇലക്ട്രിക് ഉപയോഗിച്ച് പോകുന്ന സംഭവമുണ്ട്. ഇത് രണ്ടും കൂടി ആയിരിക്കുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഹൈബ്രിഡാണ്. ആദത്തിൻ്റെ ഇനവും നമ്മുടെ ഉള്ളിലുണ്ട്, ക്രിസ്തുവിൻ്റെ ഇനവും വീണ്ടും ജനിച്ച നമ്മുടെ ഉള്ളിലുണ്ട്. ഒന്നിനെ മാറ്റി ഒന്നിനെ നമ്മൾ ഈ സമയത്ത് തിരഞ്ഞെടുക്കണം. So on the road we can see three kinds of vehicle. One is run by internal combustion engine, which is run by petrol or diesel. And we can also see now that there are also vehicles which are EV which are run by electricity. And now we also see another kind which are run by both petrol and diesel, which is hybrid. Likewise, we who are born again have two natures in us, the nature of Adam and the nature of Christ. അതിൻ്റെ അർത്ഥം മരണവും നമ്മളിലുണ്ട്, ജീവനും നമ്മളിലുണ്ട്. മരണത്തെ തള്ളി നാം ജീവനിൽ വളരണം. ഹല്ലേലൂയ. ഇത് സഭയ്ക്കൊന്ന് വെളിപ്പെടട്ടെ. Which means there is both death and life in us, and what we have to do, we should get detached from death and to get attached to life. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മരണം നിങ്ങളിലുള്ളത് നിങ്ങളുടെ പഴയ മനുഷ്യനിലാണ്, ജീവൻ നിങ്ങളിലുള്ളത് നിങ്ങളുടെ പുതിയ മനുഷ്യനിലാണ്. അതുകൊണ്ട് നിങ്ങൾ പഴയ മനുഷ്യനെ ഒഴിവാക്കണോ, പുതിയ മനുഷ്യനെ ധരിക്കണം. This is why word of God says that you who have death that is in the old man, but you have a life that is in the new man. Therefore you should leave your old man's nature and start possessing the new nature, which is the old man, which is the new man. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദാ ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുതിയ സൃഷ്ടിയിൽ ക്രിസ്തുവിലും ക്രിസ്തു പറഞ്ഞതിലും നാം വിശ്വസിച്ചപ്പോൾ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. അവിടെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെ നമ്മളെ ജനിപ്പിച്ചു. ആ ജനനത്തിൽ നമ്മളുടെ പിതാവ് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പിതാവ് സ്വർഗസ്ഥ പിതാവ്, നമ്മളുടെയും ക്രിസ്തുവിൻ്റെയും പിതാവ് സ്വർഗസ്ഥ പിതാവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അവിടെ പറയുന്നത്. ഇതാ ദൈവം ഞാനും എനിക്ക് തന്ന മക്കളും. മനസ്സിലായോ? യേശുക്രിസ്തു നമ്മുടെ പിതാവാണ്. കാരണം യേശുക്രിസ്തുവിനെയാണ് സ്വർഗസ്ഥ പിതാവ് കാൽവരിയിൽ നമ്മെ ജനിപ്പിപ്പാൻ ഉപയോഗിച്ചത്. Jesus Christ is our Father because God the Father used Jesus Christ for us to be born again. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യേശുവിൻ്റെ പല പ്രൊഫഷനുകളെക്കുറിച്ച്, ജോലികളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു പേര് നിത്യപിതാവെന്നാണ്. This is why in the book of Isaiah, where various offices of Jesus Christ is mentioned, one office is mentioned as Jesus Christ is the eternal Father. ഇതാ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ അത് തുടങ്ങുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് പറയുകയാണ്. പുതിയ നിയമത്തിൽ പറയുകയാണ്, സെബുലൂൺ ദേശവും നഫ്താലി ദേശവും ഇരുളിൽ അടഞ്ഞിരുന്ന കഫർന്നഹൂമും ഒക്കെ വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി 4 പറയുമ്പോൾ അത് ഇവിടെ എഴുതിയതിൻ്റെ കോട്ടിംഗ് ആണ് മത്തായി 4 എഴുതിയിരിക്കുന്നത്. So what is mentioned in the book of Matthew chapter 4 can be seen in Isaiah chapter 9 verse 1. ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്. എന്നാൽ 9:1, എന്നാൽ കഷ്ടതയിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിനും
മഹത്വം വരുത്തും. ഹല്ലേലൂയ, വരുത്തും. ഒരു പ്രവചനമാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ലഭിച്ചു. ഇത് തന്നെയാണ് മത്തായിലും എഴുതിയിരിക്കുന്നത്. ഇതാ ഈ ദേശങ്ങൾ അതായത് സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലുള്ള കഫർനഹൂമും എല്ലാം വലിയൊരു വെളിച്ചം കണ്ടു. എപ്പോ യേശുക്രിസ്തു അവിടെ വന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഇരുളിരുന്ന ജനത്തിന് വലിയ ദൈവപ്രകാശം ഉദിച്ചു. The book of Isaiah chapter 9 verse 1 and 2 we see, but there shall be no gloom to her that was in anguish. In the former time he brought into contempt the land of Zebulun and the land of Naphtali, but in the latter time hath he made it glorious by the way of the sea beyond the Jordan, Galilee of the nations. The people that walked in darkness have seen a great light. അതിൻ്റെ 6-ാം വാക്യം പറയാണ് ആ യേശുവിനെ കുറിച്ച്, ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ശിശുവെ ജനിച്ചിട്ടുള്ളൂ, മകൻ ജനിച്ചിട്ടില്ല, മകനെ നൽകിയതാണ്. Isaiah chapter 9 verse 6 says, for unto us a child is born and unto us a son is given. ഹല്ലേലൂയ. ഈ സൺ ജനിക്കേണ്ട ആവശ്യമില്ല, അവൻ പുരാതനമേ ആദിയിലേ ഉള്ളവനാണ്. ആ ദൈവപുത്രനാണ് ഇതാ ഒരു മനുഷ്യ ശരീരത്തിൽ ഇവിടെ മനുഷ്യനായി ജനിക്കുന്നത്. Son is already with God the Father and he is born as a child in this earth. ഹല്ലേലൂയ. കരമെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. ആ ഒരു പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ പുത്രനായി ഇവിടെ ജനിക്കുകയല്ല വന്നത്, ദൈവം തൻ്റെ പുത്രനെ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അല്ലാണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചപ്പോൾ അല്ല പുത്രനായത്, തൻ്റെ പുത്രനെയാണ് സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചത്. And God's child, Jesus Christ, was not. He's not become a child after being born from the womb of Mary, but he was already a son of God the Father. Hallelujah. ഇതാ ഗലാത്യ ലേഖനം 4:4 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചത് ആരെയാ? തൻ്റെ പുത്രനെ. അല്ലാണ്ട് ജനിച്ചപ്പോഴല്ല തൻ്റെ പുത്രനായത്, തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. ശ്രദ്ധിക്കുക, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ, ദൈവത്തിൻ്റെ മക്കളായി തീരേണ്ടതിന് തന്നെ. Galatians chapter 4 verse 4 and 5 says, but when the fullness of the time came, God sent forth his son, born of a woman, born under the law, that he might redeem them that were under the law, that we might receive the adoption of sons. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് യേശയ്യാ 9:6 കടന്നു വരാം. അവിടെ പറയുകയാണ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. സെക്കൻഡ് ലെവൽ ഗവൺമെൻറ് അലങ്കരിക്കേണ്ടവനാണ് അവൻ. ഹല്ലേലൂയ. ഇന്നലെ നിങ്ങൾ കേട്ടു ദൈവരാജ്യത്തിലെ 3 ലെവൽസ് ഓഫ് ഗവൺമെൻറ്. അത് കേൾക്കാത്തവർ അത് പോയി കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. 3 ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇവിടെ യേശു ക്രിസ്തു വേണം, ആധിപത്യം യേശുവിൻ്റെ തോളിലിരിക്കും. സെക്കൻഡ് ലെവൽ ഗവൺമെൻറ് അലങ്കരിക്കേണ്ടത് യേശുവാണ്. തുടർന്ന് ഇതാ അവൻ്റെ പേരാണ്, മറ്റൊരു പേര്, അവൻ അത്ഭുത മന്ത്രി. ഹല്ലേലൂയ. അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും മനോഹരമായി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യസ്ഥൻ. ഹല്ലേലൂയ. ഇനി താഴേക്ക്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അവൻ ഏത് കാറ്റഗറിയിലുള്ളവനാ? അവൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ മകൻ ദൈവം തന്നെയാ. മനുഷ്യൻ്റെ മകൻ മനുഷ്യൻ തന്നെയാണ്. ഒരു മനുഷ്യന് എത്ര മക്കൾ ജനിച്ചാലും അവർ മനുഷ്യർ തന്നെയാണ്. ഒരാനയ്ക്ക് എത്ര കുട്ടികൾ ജനിച്ചാലും അവയെല്ലാം ആനകൾ തന്നെയാണ്. ആ കാറ്റഗറി മാറുന്നില്ല. ഇതാ നമ്മളെയും അതേ യേശുവിൻ്റെ കാറ്റഗറിയിലേക്കാണ് ദൈവം ക്ഷണിച്ചിരിക്കുന്നത്. കാൺമീൻ, എത്ര ചെറിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം മനുഷ്യ മക്കളെന്ന്
വിളിക്കപ്പെടാൻ. ആണോ? അല്ല. കാൺമിൻ, എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ, യേശുവിൻ്റെ സഹോദരങ്ങളെന്ന് വിളിക്കപ്പെടാൻ. അത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിച്ചതാ. ഹല്ലേലൂയ. ഇതാ വീരനാ ദൈവം. പിന്നെ അടുത്ത പേര് ശ്രദ്ധിച്ച് കേൾക്കുക, നിത്യപിതാവ്. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതിൽ ശ്രദ്ധിച്ചോളാം. വീരനാൻ ദൈവം എന്ന് ഈ പറയുന്ന അതേ കാറ്റഗറിയിലേക്കാണ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇതാണ് 82 സങ്കീർത്തനം 6 വാക്യം പറയുന്നത്. യഹോവ ഇതാ തൻ്റെ മക്കളെ നോക്കി പറയാണ്, നിങ്ങളൊക്കെ ദൈവങ്ങളാകുന്നു, പക്ഷേ നിങ്ങളെല്ലാം മനുഷ്യരെ പോലെ മരിച്ചു പോകും. അതിൻ്റെ കാരണം അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ മരണം കയറി വന്നേ. ഇനി ആ മരണത്തിൽ നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഞാൻ എൻ്റെ മകനെ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ അയച്ച് നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങളെ ദൈവപുത്രന്മാരുടെ രൂപത്തിലേക്ക്, ആത്മരൂപത്തിലേക്ക് നിങ്ങൾ തിരികെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇന്നും ജഡത്തിൽ നിൽക്കുന്നു ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോഴും ജഡത്തിലോ തുടരുന്നത്. കിട്ടിയത് പറഞ്ഞു. വാട്ട് എവർ യു ഗോട്ട് ജസ്റ്റ് റിലീസ്. The book of Isaiah chapter 9 verse 6 says, for unto us a child is born, unto us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, Mighty God, and Everlasting Father, and Prince of Peace. ഹല്ലേലൂയ. അപ്പോൾ നിത്യപിതാവ് എന്ന് യേശുവിനൊരു, അതെന്താ എഴുതിയേക്കണേ? അതൊരു പ്രവചനമായി. എങ്ങനെ വിളിക്കപ്പെടും? മനസ്സിലായോ? വിളിക്കപ്പെട്ടു എന്നല്ല, വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല, വിളിക്കപ്പെടും. എവിടെ വെച്ച് വിളിക്കപ്പെട്ടു? കാൽവരി ക്രൂശിൽ വെച്ച് ആ പ്രവചനം നിറവേറി. It was a prophecy that Jesus Christ will be called as Everlasting Father, and this will happen, and this happened at Calvary when through his death. ഹല്ലേലൂയ. ക്രൂശിൽ വെച്ച് അവൻ സന്തതിയെ കണ്ടു. മക്കളുള്ളവനെയാണ് പിതാവ് എന്ന് വിളിക്കുന്നത്. At the cross Jesus Christ saw his children, and those who have got children are called fathers. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ ആരെ കാണണം? സന്തതിയെ കാണുകയും അങ്ങനെ യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും വേണം. And through his suffering he shall see his offspring, and through that God the Father will see his will. ഹല്ലേലൂയ. ഇനി നമ്മുടെ ഊഴം. ഹല്ലേലൂയ. നമുക്കും സന്തതിയെ കാണാം ഈ തലമുറയിൽ. യേശുക്രിസ്തു മാത്രമല്ല സന്തതിയെ കാണുന്നത്, നമുക്കും സന്തതിയെ കാണാം. ഒരു ജഡവിവാഹം നടത്താതെ തന്നെ, ഒരു സ്ത്രീയും പുരുഷനുമായി വിവാഹം കഴിക്കാതെ തന്നെ നമുക്കും ഈ ആത്മകുടുംബത്തിൽ സന്തതികളെ കാണാം. നമുക്കും ഇവിടെ പിതാക്കന്മാരായി മാറാം. Now it's our turn. We can also become fathers, not through a marital relationship, but we can also see our spiritual sons. ഇതാ 1 കൊരിന്ത്യൻ 4 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ കല്യാണം കഴിക്കാത്ത, ഈ ലോകപ്രകാരം വിവാഹം കഴിക്കാത്ത പൗലോസ് പറയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. First Corinthians chapter 4 we see Apostle Paul, who is not married, says that you are my children. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ ഒരു സഹോദരനെ ഒരു അഡ്വൈസ് ചെയ്തു. ഇത്തിരി സ്നേഹപൂർവ്വം വിളിച്ചു, മകനെന്ന് വിളിച്ചതാ. ഉടനെ ആ വ്യക്തി എന്നോട് ചോദിച്ചു, മകനാ? നിങ്ങളാണോ എന്നെ ജനിപ്പിച്ചേ? Once I addressed a person as my son, and he asked me, how can you call me a son? Did you have you become my how have you become my father? ഹല്ലേലൂയ. കാരണം ജനനത്തിന് കാരണക്കാരനായ വ്യക്തിയെയാണ് പിതാവെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ജനനത്തിന് മുഖാന്തരമായ വ്യക്തിയാണ് മാതാവെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പുരുഷൻ ജനനത്തിന് കാരണക്കാരനാണ്. കാരണം ദൈവം ബീജം വെച്ചിരിക്കുന്നത് പുരുഷൻ്റെ ഉള്ളിലാണ്. സ്ത്രീ ജനനത്തിന് മുഖാന്തരമാണ്. ആ ബീജം ഒരു സ്ത്രീക്ക് കൊടുക്കുമ്പോൾ ഏകദേശം 40 ആഴ്ചകൾ കൊണ്ട് ഒരു കുഞ്ഞ് വളർന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ സ്ത്രീ ഒരു മുഖാന്തരമാണ്.
ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ചിന്തയിൽ എൻ്റെ ബീജം ആ വ്യക്തിയെ ജനിപ്പിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ മകൻ എന്ന് വിളിക്കുന്നത്? So in the creation, both father and mother are the reasons for a child to be born. And how can you call me my son when you don't have any duty in that? ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ എൻ്റെ മക്കളാ. കാരണം ഞാൻ നിങ്ങളെ ജനിപ്പിച്ചത് കെട്ടുപോകുന്ന ജഡബീജം കൊണ്ടല്ല, ഞാൻ നിങ്ങളെ ജനിപ്പിച്ചത് സുവിശേഷം കൊണ്ടാണ്. Here Saint Paul calls his children as his spiritual children, and he says, I have not given you birth by corruptible seed, but by incorruptible seed, which is the word of God. അപ്പം മനസ്സിലായില്ലേ, യേശുവെ പോലെ നിങ്ങൾക്കും പിതാക്കന്മാരായി തീരാം ക്രിസ്തുവിൻ്റെ ജനറേഷനിൽ. So don't you understand that in the generation of Christ you can also be spiritual fathers? അവർ എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ നാണിപ്പാനല്ല എൻ്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുകയാണ്. കാരണം അവർ ചില തെറ്റുകളിലേക്ക് പോയി. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും, പഠിപ്പിക്കുന്നവർ കുറേ പേരുണ്ട്, ബൈബിൾ ക്ലാസ് എടുക്കുന്നവർ, പിതാക്കന്മാർ ഏറെയില്ല, ക്രിസ്തയേശുവിൽ ഞാനല്ലോ നിങ്ങളെ ജനിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ഞാനാണ് നിങ്ങളുടെ പിതാവ്, ഞാനാണ് സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചത്, ഞാനാണ് നിങ്ങളുടെ അപ്പൻ, നിങ്ങൾ എൻ്റെ മക്കളാ. 1 Corinthians chapter 4 verse 14 and 15, Saint Paul says that I write not these things to shame you, but to admonish you as my beloved children. For though you have 10,000 tutors in Christ, yet have ye not many fathers, for in Christ Jesus I begat you through the gospel. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളും ആത്മാവിൽ വളർന്നാൽ നിങ്ങൾക്കും പിതാക്കന്മാരായി തീരാം. പക്ഷെ ഒരു റിജുനേഷൻ പീരീഡ് നിങ്ങൾ ക്രോസ് ചെയ്ത് നിങ്ങൾ ആ സ്പിരിറ്റ് റിലീസ് ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നു കയറണം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. If you also grow in spirituality, you can also be fathers, you can also give birth to children. But if you just receive these spiritual things as knowledge, you cannot do so. ഹല്ലേലൂയ. ഇതാണ് യേശു പറയുന്നത്. ഇതാ ഒരു പ്രായം ഒരു കൊച്ചു ജനിച്ചു, ഒരു 13-14 വയസ്സാകുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ബീജം ഡെവലപ്പ് ചെയ്ത് പുറത്തു വരാൻ തയ്യാറാകുന്നത് പോലെ, ആ റിജുനേഷൻ പീരീഡ് ക്രോസ് ചെയ്യുന്നത് പോലെ, ഇതാ യേശു ക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് ഈ ജഡബീജം വരുമെന്നല്ല, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് ആത്മബീജം പുറത്തേക്ക് ഇറങ്ങും, ജീവജലത്തിൻ്റെ നദികൾ അവൻ പുറത്തേക്ക് ഇറങ്ങും. This is why Jesus said that he that believes in me shall out of his belly shall come forth the rivers of living water. ഈ ജീവജല നദി പുറത്തിറങ്ങാതെ അത് പോയി പ്രവർത്തിച്ച് മക്കളെ ജനിപ്പിക്കുന്നില്ല എങ്കിൽ റിക്രിയേഷൻ ക്ലബിലെയും ലയൺസ് ക്ലബിലെയും മറ്റു പല ക്ലബിലേക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത് പോലെ ചർച്ചിലേക്ക് കുറേ മെമ്പർമാരെ ചേർക്കാനല്ലാതെ ഇവരുടെ ഉള്ളിൽ നിന്ന് ആരിൽ നിന്നും ജീവജല നദി പുറത്തേക്ക് ഇറങ്ങത്തില്ല. If the rivers of living water shall not gush out of your heart, you cannot make spiritual children. Otherwise you can just gather people just as people gather in the clubs like Lion Club and other clubs. ഹല്ലേലൂയ. നമ്മുടെ ക്ലവർനെസ് കൊണ്ട്, നമ്മുടെ മനോഹരമായ മെസ്സേജ് ഒക്കെ കൊണ്ട് ജനത്തെ അവരെ പാലും ഗോതമ്പും വേറെ സഹായങ്ങളൊക്കെ കൊടുത്ത് ആളെ കൂട്ടാന്നല്ലാതെ ഇവരുടെ അകത്ത് നിന്ന് ജീവജല നദി പുറത്തിറങ്ങില്ല, ക്രിസ്തു പറഞ്ഞതുപോലെ. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് ലൈഫ് സപ്ലൈയിങ് സ്പിരിറ്റ് ആണ്. നമ്മളും ക്രിസ്തുവെ പോലെ ലൈഫ് സപ്ലൈയിങ് സ്പിരിറ്റ് ആയി തീർന്നെങ്കിലേ നമുക്ക് മക്കളെ ജനിക്കൂ, അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ഉണ്ടാക്കാം. Just as Christ, who is the life supplying spirit, we should also become life supplying spirits. Otherwise we can just gather people in churches. ഹല്ലേലൂയ. അതായത് ഇതിങ്ങനെയാണ് കർത്താവ് പറയുന്നത്, നിനക്ക് ജീവനുണ്ടവനെന്ന് പേരുണ്ട്, പക്ഷേ ഞാൻ നോക്കിയിട്ട് നിനക്ക് ജീവനില്ല, നീ മരിച്ചവനാകുന്നു. This is why Jesus says that when I look at you, I see that you are named as a person who has got life, but when I look at you, you don't have life. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളും മനസ്സിലാക്കണം, നമ്മൾ ആരാന്നറിയാമോ? നമ്മൾ ലൈഫ് ഗീവിങ് സ്പിരിറ്റ്സ് ആണ്. ഏതിൽ? പുതിയ ജനറേഷനിൽ. ഹല്ലേലൂയ. പഴയതിൽ നമ്മൾ ആത്മാവിൽ മരിച്ചവരാണ്, പുതിയതിൽ നമ്മൾ യേശുവിനെ പോലെ ലൈഫ് സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റുകളാണ്. നമുക്ക് മക്കളെ ജനിപ്പിക്കാം. In the new generation, we are also like Jesus Christ.
we are also life-giving spirits, so we can also produce spiritual children. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഫിലമോന് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹത്തോട് പറയുന്നത്, ജയിലിൽ വെച്ച് ഞാൻ ജനിപ്പിച്ചവനായ എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാണ് ഞാൻ നിന്നോട് ഇപ്പോൾ അപേക്ഷിക്കുന്നത്. സുവിശേഷത്താൽ ജനിപ്പിച്ചു. പൗലോസ് ജഡിക വിവാഹം കഴിച്ചിട്ടില്ല. This is why when Saint Paul says to Philemon that I am imploring you for my son Onesimus, whom I gave birth when I was in prison. ഹല്ലേലൂയ. എങ്ങനെയാണ് പൗലോസും ഇതേപോലെ യേശുവിനെ പോലെ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റായി മാറി? When Saint Paul became just like Christ, he became like a life-supplying spirit. He could also produce spiritual sons. നമുക്കും അതുപോലെയായി തീരാം. We can also become like that. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ 1 കൊരിന്ത്യർ 15:45, ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു, ആ ജീവൻ നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയി. ഹല്ലേലൂയ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി, എ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. അതാണ് യേശു ക്രിസ്തു. 1 Corinthians chapter 15 verse 45 says, so also it is written, the first man Adam became a living soul, the last Adam, that is Jesus Christ, he became a life-giving spirit. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ആരാണ്? ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. ആ ലൈഫ് കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഭൂമിയിൽ പുരുഷന്റെ ബീജം കൊണ്ടാണ് ലൈഫ് കിട്ടുന്നതെങ്കിൽ ആത്മമണ്ഡലത്തിൽ യേശു തരുന്ന ഈ ജീവൻ കൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അതാ യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. So in the spiritual realm we become born again by the life that we're receiving from Jesus Christ. That's why Jesus says that I have come to give you life and life more abundantly. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒടുക്കത്തെ ആദം എന്ന് പറയുന്ന ക്രിസ്തു എ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ആണെങ്കിൽ അതിൻ്റെ 48-ാം വാക്യം എഴുതിയേക്കണം. എന്നാ നോക്കിയേ, ശ്രദ്ധിച്ച് കേട്ടോളാം. 48-ാം വാക്യം എന്താ എഴുതിയേക്കണം നോക്കിയേ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ശ്രദ്ധിക്കുക, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരും ആകുന്നു. ഹല്ലേലൂയ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ആണെങ്കിൽ നിങ്ങളും ആരാ? സ്വർഗീയനെ പോലെ സ്വർഗീയരുമാകുന്നു. യേശുവിനെ പോലെ, യേശുവിൽ വീണ്ടും ജനിച്ച നിങ്ങളും ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. കാര്യം തിരിച്ചറിഞ്ഞു എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിൻ്റെ ഇനമാ. ഇനി മരിച്ച ആദത്തിൻ്റെ ഇനം അല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. പലർക്കും ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇവരെഴുതിയിരിക്കുന്നു, ഒടുക്കത്തെ ആദം ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ആണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. അവരെല്ലാം ജനിപ്പിക്കുന്നത് മരിക്കുന്നവരെയാ. കെടുന്ന ബീജം കൊണ്ട് അവർ മരിക്കുന്നവരെ ജനിപ്പിക്കുന്നു. എന്നാൽ യേശു കെടാത്ത ബീജം, ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, സ്വർഗീയനെ പോലെ സ്വർഗീയരുമാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ച നിങ്ങൾ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റുകളാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ആ നദി നിങ്ങളിൽ ഒഴുകുമ്പോഴാണ്, നിങ്ങളിലൂടെ ഒഴുകുമ്പോഴാണ് കേട്ടിരിക്കുന്നവൻ വീണ്ടും ജനിക്കുന്നത്. ഹല്ലേലൂയ. Go ahead. 1 Corinthians chapter 15 verse 47 says, the first man is of the earth and he is earthy, the second man is of heaven. And when we are all born by Jesus Christ, and Jesus Christ is a life-giving spirit, and Jesus says that out of the belly of the believer shall gush forth the rivers of living water. And when we become a life-giving spirit like Jesus Christ, the rivers of living water will gush forth from our heart, and people who listen to that life will become born again, and we can also make children spiritually. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ വെറും വാക്കുകൾ മാത്രം പോരാ, വാക്കുകളിലൂടെ ജീവൻ, ആത്മാവ് വെളിയിലേക്ക്
ഇറങ്ങണം. അതാണ് കടന്നു ചെന്ന് ഒരുവനെ വീണ്ടും ജനിപ്പാൻ സഹായിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം മാറുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരും. So it is not merely a word that comes from us that can create anything, but it is just the spirit. It is a spirit that comes out of us can produce children, and when we practice so, our life becomes a blessing. ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കാം. ഈ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് ഇതാ ഞാൻ കടന്നു വരുമ്പോൾ എനിക്കും യേശുവെ പോലെ ആകാൻ എൻ്റെ പിതാവിനെ നിയമിച്ചാക്കിയിരിക്കുന്നു. എനിക്കും യേശുവെ പോലെ ആകണം, ഒരു ലൈഫ് ഗിവിങ് സ്പിരിറ്റായി എനിക്കും മാറണം എന്നൊരു ആഗ്രഹത്തോടു കൂടെ നമുക്ക് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. So let us all come to this ministry. Just like Jesus Christ, we also want to be a life-giving spirit. കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നാം യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളെ ഓർക്കുമ്പോൾ, ഒന്ന്, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ സ്വർഗസ്ഥ പിതാവിന് വേണ്ടി തന്നിലൂടെ മക്കളെ ജനിപ്പിക്കുകയായിരുന്നു. ആ മക്കൾ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ്. എപ്പോൾ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ തെരഞ്ഞെടുപ്പ് നടന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, മുൻനിയമിച്ചു, അനുഗ്രഹിച്ചു. എന്നാൽ 6000 വർഷങ്ങൾക്ക് മുൻപ് ആദത്തിൽ ഒരു ജഡത്തിൻ്റെ ഉള്ളിൽ നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ഇറക്കി. അനുസരണക്കേടിലൂടെ നമ്മൾ മരണത്തിൻ്റെ പിടിയിലായിപ്പോയി. എന്നാൽ ഈ ആത്മാവാകുന്ന ക്രിസ്തുവിനെ സ്വർഗീയ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. വചനമെന്ന് മറുപേരുള്ള ക്രിസ്തു വചനം മാംസമായി ഒരു ശരീരത്തിൽ ഭൂമിയിൽ വന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. മരണത്തിൻ്റെ അടിമകളായി, ജീവപര്യന്തം അടിമകളായ നമ്മളെ തൻ്റെ മരണത്താൽ വിടുവിച്ചു. കാൽവരി ക്രൂശിൽ വച്ച് പുതിയ സൃഷ്ടികളായി തൻ്റെ സന്തതിയെ കാണുവാൻ അത് കാരണമായി തീർന്നു. ആ സന്തതിയാണ് ഞാനും നിങ്ങളും. എപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തെ നാം വിശ്വസിച്ചപ്പോൾ ആ പുതിയ സൃഷ്ടിയിൽ നാം വീണ്ടും ജനിച്ചു. ഇന്ന് ആദത്തിൻ്റെയും അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെയും രണ്ടിൻ്റെയും കൂടെ, പഴയ മനുഷ്യൻ്റെയും പുതിയ മനുഷ്യൻ്റെയും രണ്ടും ചേർന്ന ഒരു ഹൈബ്രിഡ് ഇനമായി നാം ഇന്ന് നിലകൊള്ളുന്നു. മരണത്തിൻ്റെയും ജീവൻ്റെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഇതിൽ മരണത്തെ ഉപേക്ഷിച്ച്, പഴയവനെ ഉപേക്ഷിച്ച് പുതിയവനെ ധരിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കാൽവരി ക്രൂശിലെ യാഗത്തെ നമുക്ക് ഓർക്കാം. ഈ തിരുവത്താഴ ശുശ്രൂഷ നാം ഏറ്റെടുക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവ് എന്നെ ക്രിസ്തുവിന് കൊടുത്ത
ആ മകനാണ്, മക്കളിൽപ്പെട്ട ഒരാളാണ് ഞാനെന്നും, ഞാൻ നഷ്ടപ്പെട്ടു പോയെന്നും, എങ്കിലും ക്രിസ്തുവിൽ എന്നെ വീണ്ടും അപ്പൻ തിരിച്ചെടുക്കുകയാണ് എന്നും, ആ സ്വർഗീയ കുടുംബത്തിലെ അംഗമായി എന്നെ തീർക്കുകയാണ് എന്നും, സ്നേഹത്തിൽ പരസ്പരം ഒന്നിച്ച് ആ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി ഒരുമിച്ച് ദൈവത്തിൽ നിൽക്കുവാൻ ഒരു തീരുമാനത്തോടെ നമുക്ക് തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങൊരുക്കിയ മനോഹര സമയത്തിനായി നന്ദി. അങ്ങ് ഞങ്ങളെ അറിയിക്കുന്ന ആത്മീക സത്യത്തിനായി നന്ദി. യേശുവെ പോലെ ലൈഫ് ഗീവിങ് സ്പിരിറ്റുകളായി ഞങ്ങളെ അങ്ങ് ഒരുക്കുന്നതിനായി നന്ദി. അനേകരെ ജനിപ്പിപ്പാൻ, പൗലോസിനെ പോലെ അനേകം മക്കളെ ഒരുക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. സർവ്വമേഖലയിൽ ഈ മക്കളൊരു അനുഗ്രഹമായി തീരട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായി ചെയ്തെടുക്കാൻ സഹായിക്കണം. എല്ലാ ദൈവദാസന്മാരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഭവിക്കുന്നവരങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സർവ്വമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത റിട്രീറ്റ് ഓഗസ്റ്റ് 5-ാം തീയതിയാണ് 2024. ഇതാ നിങ്ങൾ കടന്നു വരിക, നിങ്ങളിലൂടെ അനേകരെ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് മനുഷ്യരെ പിടിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. നമ്മൾ ലൈഫ് ഗീവിങ് സ്പിരിറ്റ്സ് ആണ്. യേശുവെ പോലെ അതേ കാറ്റഗറിയാണ്, അതേ ഇനമാണ്. അതുകൊണ്ട് നമ്മളെ കാണുന്നവരും അത് അനുഭവിച്ചറിയാനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.